പാർട്ടി നിശ്ചയമായും അക്കാര്യത്തിൽ പ്രതിരോധത്തിലാണ്. അത് തെളിയിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈ വിവാദം രൂപപ്പെട്ട സമയത്ത് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ട് പറഞ്ഞത്, ഈ സർക്കാരിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ RSSന്റെ നേതാക്കളുമായിട്ടോ BJPയുടെ നേതാക്കളുമായിട്ടോ കൂടിക്കാഴ്ച നടത്തിയാൽ അതൊന്നും പാർട്ടിയെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നാണ്. വളരെ ലളിതമായി നിസ്സാരമായാണ് അദ്ദേഹം ആ വിഷയത്തെ അന്ന് കൈകാര്യം ചെയ്തത്. ഏതായാലും ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, പാർട്ടിയെ ഈ വിവാദത്തിൽ കൂട്ടിക്കെട്ടണ്ട എന്നാണ്. പാർട്ടിയെ ഈ വിവാദത്തിൽ കൂട്ടിക്കെട്ടണ്ട എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം.വി. ഗോവിന്ദൻ പറയുമ്പോൾ അത് വ്യക്തമാക്കുന്നത് പാർട്ടി ഈ വിവാദത്തിൽ നിന്ന് സ്വയം ഡിസ്റ്റൻസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പാർട്ടി പ്രതിരോധത്തിലായി എന്നുള്ളതാണ്. കാരണം ആദ്യത്തെ എം.വി. ഗോവിന്ദൻ്റെ പ്രസ്താവനയ്ക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ, അതിൻ്റെ വിവിധ ഘടകങ്ങളിൽ നിന്ന് തന്നെ വലിയ സമ്മർദ്ദമുണ്ടായി എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കേണ്ട രീതി ഇതായിരുന്നില്ല ഈ വിഷയത്തിൽ എന്നൊരു അഭിപ്രായം അതിശക്തമാണ് CPM-നുള്ളിൽ. ഇത്തരത്തിലൊരു വിവാദം വളരെ നിസ്സാരമായി കാണാൻ കഴിയുന്നൊരു പാർട്ടിയുമല്ല CPM. അപ്പോൾ ഇങ്ങനൊരു പ്രതികരണമല്ല നിങ്ങളിൽ നിന്നുണ്ടാകേണ്ടത് എന്ന സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ നിന്ന് രൂപപ്പെട്ടപ്പോൾ സ്വാഭാവികമായും ഇന്ന് അദ്ദേഹം വളരെ കൃത്യമായൊരു നിലപാടാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കാരാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത്. സർക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരാളെ ഉള്ളെന്നേ, അത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ ഈ കാര്യത്തിൽ മറുപടി പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ പാർട്ടിയെ അതിൽ നിന്ന് ഡിസ്റ്റൻസ് ചെയ്യിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഈ പറയുന്ന പ്രസ്താവന വന്നിരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത് കഴിഞ്ഞ 10-15 വർഷമായി കോൺഗ്രസ് നേരിടുന്നൊരു വിവാദം, പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ കോൺഗ്രസ് നേരിട്ടിട്ടുള്ളൊരു വിവാദം എന്ന് പറയുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നുള്ളതാണല്ലോ. ആ രീതിയിലാണ് കോൺഗ്രസ് എല്ലായിടത്തും അതിൻ്റെ അതിൻ്റെ പ്രതിച്ഛായ തന്നെ തകർന്നു പോയി. അതൊരു മൃദു ഹിന്ദുത്വ പാർട്ടിയാണ്. ഇന്ന് കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ നാളെ BJPയുടെ ഭാഗമാകാനിരിക്കുന്നവരാണ്. അതിനൊട്ടേറെ ഉദാഹരണങ്ങളും തെളിവുകളും ഉണ്ടല്ലോ. എത്രയേറെ MP-മാരായിരുന്നവർ, മുഖ്യമന്ത്രിമാരായിരുന്നവർ, അല്ലെങ്കിൽ MLA-മാരായിരുന്നവർ, പാർട്ടി നേതാക്കളായിരുന്നവർ, ഉന്നത പദവികൾ വഹിച്ചിരുന്നവരൊക്കെ ഈ ഘട്ടം ഘട്ടമായി BJPയിലേക്ക് ഒഴുകിപ്പോകുന്നൊരു കാഴ്ച നമ്മൾ രാജ്യത്ത് കണ്ടുകൊണ്ടിരുന്നു. എന്നാൽ കേരളത്തിൽ ഇതേ വാദം CPM-നെതിരെ ഉന്നയിക്കുന്നതിൽ ഒരു പരിധിയോളം കോൺഗ്രസ് വിജയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ 2016 CPM-ൻ്റെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ, പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ ആദ്യമുണ്ടായ വിവാദം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ലോക്നാഥ് ബെഹ്റയുടെ അപ്പോയിൻമെൻ്റാണ്. DGP ആയിട്ട് ലോക്നാഥ് ബെഹ്റയെ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. അന്ന് ഏറ്റവും സീനിയറായ ഉദ്യോഗസ്ഥൻ TP സെൻകുമാറാണ് സേനയിൽ. TP സെൻകുമാറിനെ മറികടന്ന് ലോക്നാഥ് ബെഹ്റയെ സംസ്ഥാനത്തിൻ്റെ DGP ആയി കൊണ്ടുവരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ലോക്നാഥ് ബെഹ്റ പിണറായി വിജയനും നരേന്ദ്രമോദിക്കും ഇടയിലുള്ള ഒരു പാലമാണ് എന്നുള്ളത്. ആ സിദ്ധാന്തം ആദ്യം അവതരിപ്പിക്കുന്ന അന്ന് KPCC അധ്യക്ഷനായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്താണെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്, നോക്കൂ, ഈ ലോക്നാഥ് ബെഹ്റയ്ക്ക് ഒരു പൂർവാശ്രമമുണ്ട്. അദ്ദേഹം NIA-യുടെ മേധാവിയായിരുന്നു. NIA-യുടെ മേധാവിയായിരുന്നുകൊണ്ട് ഇഷ്റത് ജഹാൻ കേസ്, ഗുജറാത്തിലെ ഒരു ഒരു വ്യാജ ഏറ്റുമുട്ടൽ, ആ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ പ്രതികളായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ പ്രതികളാണെന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ള അമിത്ഷായെയും നരേന്ദ്രമോദിയെയും എക്സോണറേറ്റ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് ലോക്നാഥ് ബെഹ്റ. അപ്പം ഈ പറയുന്ന നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിണറായി വിജയൻ ഇവിടെ വന്നിട്ട് നടത്തുന്ന ആദ്യത്തെ അപ്പോയിൻമെൻ്റ് ആണല്ലോ ബെഹ്റയുടേത്. അപ്പം നരേന്ദ്രമോദി ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരമാണ് ഈ പറയുന്ന ബെഹ്റയെ സംസ്ഥാനത്ത് പോലീസ് മേധാവിയായി നിയോഗിച്ചത് എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെ ആദ്യത്തെ ആരോപണം എന്ന് പറയുന്നത്. അതിനവർ ഉപോത്ബലകമായി പറഞ്ഞ കാര്യം എന്താ, ഈ SNC ലാവലിൻ ഇങ്ങനെ പിണറായി വിജയൻ്റെ തലയ്ക്ക് മുകളിലൊരു വാളായിട്ട് കിടക്കുകയാണല്ലോ, തൂങ്ങിക്കിടക്കുകയാണല്ലോ. അപ്പോൾ ഈ ലാവലിൻ കേസ് ഈ നിമിഷം വരെ വന്നിട്ടേ ഇല്ല, ഇതിങ്ങനെ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്ന് ഈ ലാവലിൻ കേസിൽ പിടിക്കപ്പെടുമോ അല്ലെങ്കിൽ പ്രതികരിക്കപ്പെടുമോ ശിക്ഷിക്കപ്പെടുമോ എന്ന ആശങ്കയുള്ള പിണറായി വിജയൻ നരേന്ദ്രമോദിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ലോക്നാഥ് ബെഹ്റയെ സംസ്ഥാനത്തിൻ്റെ DGP ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം കോൺഗ്രസ് ഉന്നയിക്കുന്ന വാദമുഖം എന്ന് പറയുന്നത്. അങ്ങനെ BJPയും CPM-ഉമായ ഒരു അന്തർധാര, അഥവാ നരേന്ദ്രമോദിയും പിണറായിക്കും ഇടയിൽ ഒരു അന്തർധാരയുണ്ട് എന്ന് നിരന്തരം കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നോക്കൂ, സ്വർണ്ണക്കടത്ത് കേസിൻ്റെ കാര്യത്തിനകത്താണെങ്കിൽ, ഡോളർ കടത്ത് കേസിൻ്റെ കാര്യത്തിനകത്താണെങ്കിൽ, ലൈഫ് മിഷൻ്റെ കാര്യത്തിനകത്താണെങ്കിലും ഒക്കെ ED വന്ന് ഈ പറയുന്ന CMOയുടെ, ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസിൻ്റെ വാതിൽ വരെ എത്തുന്നു. എന്നാൽ അത് പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിൽ അവസാനിക്കുന്നു, അതിന് മുകളിലേക്ക് പോകുന്നില്ല. ഇതൊരു അന്തർധാരയാണ് എന്ന് വീണ്ടും കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നു. അതിനപ്പുറത്ത് പറഞ്ഞ കാര്യം എന്താ, കൊടകരയിലെ കുഴൽപ്പണ കേസ് ഒതുക്കി കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് എന്ന് മാത്രമല്ലല്ലോ, പിണറായി വിജയനും നരേന്ദ്രമോദിയുമായിട്ടുള്ള എല്ലാ കൂടിക്കാഴ്ചകളുടെയും ശരീരഭാഷ ഇവിടെ ചർച്ചയായിരുന്നില്ലേ? ഇവർ തമ്മിൽ വലിയ ബന്ധമാണ് എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഇതെല്ലാം കോൺഗ്രസ് വളരെ ഷാർപ്പായിട്ട് കേരളത്തിൽ CPM-നെതിരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ ജനങ്ങൾക്കിടയിൽ അങ്ങനെ വിലപ്പോയി എന്ന് വിചാരിക്കാൻ കഴിയില്ല. കാരണം തുടർഭരണമുണ്ടായി, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്നതല്ലാതെ അതിനെന്തെങ്കിലും ഒരു തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എക്സാലോജിക്ക് കേസ് വരുമ്പോഴും കരുവന്നൂർ കേസ് വരുമ്പോഴും ഒക്കെ ഒരു അന്തർധാരയുണ്ട് എന്നും ഇതൊന്നും ആരും ഇതിനകത്ത് പിടിക്കപ്പെടാൻ പോകുന്നില്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവസാനം കരുവന്നൂരിലും എക്സാലോജിക്കിലും പിടിച്ചുകൊണ്ട് എന്താ പറഞ്ഞത് കോൺഗ്രസ്, നോക്കൂ, ഇവിടെ ഒരു സീറ്റ് കൊടുക്കാനായിട്ടുള്ള ധാരണയിലെത്തിയിരിക്കുന്നു. CPM-ഉം BJP-യും തമ്മിലൊരു സീറ്റ് ധാരണ ഉണ്ടാക്കിയിട്ട് ഒരു സീറ്റിൽ വിജയിപ്പിച്ചു കൊടുക്കും എന്നുള്ളതാണ്. ഈ വിജയിപ്പിച്ചു കൊടുക്കും എന്നുള്ള ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ നിന്നൊരു
തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും വലിയ തിരിച്ചടി CPM ഉണ്ടായി. എന്താ തിരിച്ചടി? EP ജയരാജൻ എന്ന് പറയുന്ന LDF കൺവീനർ, പ്രകാശ് ജാവ്ദേക്കർ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് EP ജയരാജൻ തന്നെ വന്ന് സമ്മതിക്കുകയാണ്. അങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്ഥിതി മാറി. അതുവരെ ഈ പറയുന്ന ബഹ്റ പാലമാണ്, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസ് ഒതുക്കി. ഈ ഇപ്പോൾ കണ്ണൂർ പ്രസംഗമുണ്ടല്ലോ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിവാദമായ പ്രസംഗമല്ലേ. ED പിണറായി വിജയനെ മാത്രം തൊടുന്നില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദിക്കെതിരായി സംസാരിക്കുന്ന മുഖ്യമന്ത്രിമാരെ പിടിച്ച് ജയിലിലിടുമ്പോൾ ED പിണറായി വിജയന് മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നു, കേന്ദ്ര ഏജൻസികൾ മുട്ടുകുത്തി നിൽക്കുന്നു എന്നൊരു പ്രസംഗം രാഹുൽ ഗാന്ധി ഇവിടെ നടത്തിയത് വിവാദമായിരുന്നല്ലോ. അപ്പം ഈ നിലയ്ക്ക് വലിയ രീതിയിൽ ആരോപണങ്ങൾ CPM ആ കാലഘട്ടത്തിലൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും ജനങ്ങൾ, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം CPMന്റെ അണികളെങ്കിലും വിശ്വസിക്കുന്നില്ല. പക്ഷേ EP ജയരാജൻ എപ്പിസോഡുകൂടി സ്ഥിതി മാറുകയാണ്. EP ജയരാജൻ തന്നെയല്ലേ വന്ന് പറഞ്ഞത്, ഞാൻ പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ആ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി എത്രത്തോളം ആളുകൾ വിശ്വസിക്കും എന്നുള്ളത് പ്രശ്നമാണ്. അതൊരു പ്രശ്നമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണെന്ന് EP ജയരാജനെ മാറ്റി നിർത്താൻ, LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ പാർട്ടി നിർബന്ധിതമായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം LDF കൺവീനർ എന്ന നിലയ്ക്ക് നന്നായി പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം അത് ജാഗ്രതയോടുകൂടി കൺവീൻ ചെയ്യുന്നില്ല, അക്കാര്യത്തിൽ അദ്ദേഹം ഉഴപ്പുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും അടിസ്ഥാനപരമായി ജനങ്ങൾക്കിടയിൽ, കുറഞ്ഞ വർഷം പാർട്ടി അണികൾക്കിടയിലെങ്കിലും വലിയ സംശയം EP ജയരാജനെ കുറിച്ച് രൂപപ്പെട്ടു. ആ സമയത്ത് സംസ്ഥാന സെക്രട്ടറി എന്ന നിലയ്ക്ക് വളരെ ശക്തമായൊരു നിലപാടാണ് MV ഗോവിന്ദൻ എടുത്തത്. അത് മാത്രമല്ലോ PK ശശിയുടെ കാര്യത്തിൽ എടുത്ത നിലപാട് കണ്ടോ, അച്ചടക്ക നടപടികളിലേക്ക് പോയി MV ഗോവിന്ദൻ. ആ രീതിയിലൊക്കെ പാർട്ടി വളരെ ശക്തമായിട്ട് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നൊരു മെസ്സേജ് കൊടുക്കുന്നതിനിടയിലാണ് നോക്കൂ ഈ പറയുന്ന ദത്താത്രേയ ഹൊസബോളയുമായിട്ട് ഈ MR അജിത് കുമാറിൻ്റെ കൂടിക്കാഴ്ച വരുന്ന രണ്ടാമത്തെ പ്രശ്നം. ഇത് അജിത്ത് സമ്മതിക്കുന്നു, ഞാൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന്. ഈ കൂടിക്കാഴ്ച നടന്നു എന്നുള്ളത് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തി മുഖ്യമന്ത്രിയെ അറിയിക്കുന്നു, മുഖ്യമന്ത്രി അതിൻ്റെ മേൽ നിശബ്ദത പാലിക്കുന്നു. രണ്ടാമത്തെ സംഭവമാണ്, അതായത് EP ജയരാജൻ സംഭവം. അതിന് തൊട്ടു പിന്നാലെ ഈ പറയുന്ന ഹൊസബോളയുമായിട്ടുള്ള കൂടിക്കാഴ്ച. ഇത് ചെറിയ പ്രശ്നമാണോ ഈ സംസ്ഥാനത്ത് CPMനെ സംബന്ധിച്ചിടത്തോളം? അങ്ങേയറ്റം രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കുന്നൊരു കാര്യമല്ലേ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPM എന്ന് പറഞ്ഞ പാർട്ടി അല്ലെങ്കിൽ തന്നെ ഈ സംസ്ഥാനത്ത് ഒട്ടേറെ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ജനവിരുദ്ധ വികാരം ഒരു തുടർ സർക്കാർ ഉണ്ടാകുമ്പോൾ, ഭരണത്തിലിരിക്കുന്ന സർക്കാർ ഉണ്ടാകുമ്പോൾ പല തരത്തിലുള്ള തൃപ്തിക്കുറവുകളൊക്കെ ജനങ്ങൾക്കുണ്ടാകും. അതൊരു വികാരമായിട്ട് നിൽക്കുന്നു. അതുകൂടാതെ ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈഴവ വിഭാഗം എന്ന് പറയുന്നൊരു വോട്ട് ബാങ്ക് CPMൽ നിന്ന് ഒലിച്ചു പോകുന്ന സാഹചര്യം നിൽക്കുന്നു. അവർ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിട്ട് ആ ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായിട്ട് CPMന് അനുകൂലമായി പോൾ ചെയ്യിക്കാൻ കഴിയാതെ വന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ തരത്തിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇരിക്കുന്നതുകൊണ്ട് തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ കഴിയാതെ, വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താൻ കഴിയാത്തൊരു സർക്കാരായിട്ട് ഇടതുപക്ഷ സർക്കാർ മാറിയിരിക്കുന്നു. ഈ സാഹചര്യങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ ആയുധത്തിന് മൂർച്ച കൂട്ടുന്ന ചില തെളിവുകൾ തന്നെ പുറത്തു വരുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ പ്രതിസന്ധിയല്ല ഈ പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം റിയാസിൻ്റെ പ്രതികരണം കണ്ടോ, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് റിയാസിന് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്നൊരു നീക്കമാണെന്ന്. നോക്കൂ, കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഈ സർക്കാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈ 7 വർഷത്തിനിടയിൽ ഈ പ്രതിപക്ഷ നേതാവ് ഒരു ദിവസമെങ്കിലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയാത്ത ദിവസം ഉണ്ടാവുമോ? എല്ലാ ദിവസവും പറയും VD സതീശൻ, ഏത് സംഭവം ഉണ്ടായാലും പറയും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയും. അതൊരു പുതിയ കാര്യമല്ല. അപ്പോൾ മുഖ്യമന്ത്രിയാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ നീക്കം നടത്തുന്നത് റിയാസ് പറയുന്നെങ്കിൽ അത് പ്രതിപക്ഷത്തിൽ നിന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളിൽ അതൃപ്തിയുള്ളൊരു വിഭാഗം CPMനകത്ത് ശക്തപ്പെടുന്നുണ്ട്. അതൊരു കോക്കസായി മാറുന്നുണ്ട്. ആ അർത്ഥത്തിൽ വേറൊരു നീക്കമാണ് റിയാസ് കാണുന്നത്. റിയാസ് ഏതായാലും പ്രതിപക്ഷത്തിൻ്റെയോ VD സതീശൻ്റെയോ പ്രസ്താവന എടുത്തു വെച്ചുകൊണ്ട് പിണറായി വിജയനെ ലക്ഷ്യം വെച്ച് നീങ്ങുകയാണ് എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. ആ പ്രസ്താവന ഒരു സന്ദേശമാണ്. അത് ഞങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഈ പാർട്ടിക്കുള്ളിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്, അത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ MV ഗോവിന്ദൻ്റെ പ്രസ്താവന അത് വളരെ ക്ലിയർ ആക്കിയിട്ടുണ്ടെന്നേ. ഇനി പിണറായി വിജയൻ മറുപടി പറയട്ടെ എന്നുള്ളതാണ്. പിണറായി വിജയനിലേക്കാണ് ഈ ഉത്തരവാദിത്വം കൊണ്ടുപോയി MV ഗോവിന്ദൻ വളരെ സുഖകരമായിട്ട് ചുമലിലാക്കിയിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. നോക്കൂ, ഈ നേരത്തെ MV ഗോവിന്ദൻ്റെ പ്രസ്താവന എന്തായിരുന്നു അറിയോ? ഞാൻ ഈ MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം വെച്ചാൽ, പിണറായി എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ ഏറ്റവും സീനിയറായ കേഡറാണ്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അദ്ദേഹം ഈ പാർട്ടിയുമായി കൂടിയാലോചിക്കാതെ ഒരു കാര്യവും ചെയ്യില്ല എന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയുന്നൊരു കാര്യമാണല്ലോ. കോൺഗ്രസ് അല്ല കേട്ടോ CPM എന്ന് പറഞ്ഞാൽ ഈ മന്ത്രിസഭാ യോഗത്തിൻ്റെ തലേദിവസം മുഖ്യമന്ത്രി ഒന്ന് CPMൻ്റെ പാർട്ടി സെക്രട്ടറിയോട് നയപരമായ കാര്യങ്ങളെല്ലാം സംസാരിക്കും. എന്തൊക്കെയാണ് ഈ സർക്കാർ നയപരമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളത് സംസാരിച്ചിരിക്കണം. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അത്തരത്തിലൊരു കീഴ്വഴക്കമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും പാർട്ടിയുമായിട്ട് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്താണ്, തീരുമാനിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഗോവിന്ദൻ അന്നത്തെ ദിവസം, അതായത് സംസ്ഥാന സെക്രട്ടറി ആയതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇന്ന് അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളിനകത്തൊന്നും പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല, അത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിലുള്ളതാണ് എന്ന് പറയുമ്പോൾ ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്. ദത്താത്രേയ ഹൊസബോളയെ കണ്ടത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ഈ കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആ പൊളിറ്റിക്കൽ ഇഷ്യൂ പാർട്ടിയുമായി ചർച്ച ചെയ്യണം, പാർട്ടിയെ അറിയിക്കണം, പാർട്ടിയുമായി ചർച്ച ചെയ്ത് വേണ്ട നിലപാടുകൾ സ്വീകരിക്കണം, തിരുത്തൽ വരുത്തണമെങ്കിൽ തിരുത്തൽ വരുത്തണം, നടപടിയെടുക്കണമെങ്കിൽ നടപടിയെടുക്കണം. അതാണ് CPMൻ്റെ ഒരു രീതി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി. ആ രീതി ഇവിടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്
പ്രതിരോധത്തിലാണ്. അതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആശയക്കുഴപ്പം ചെറുതല്ല, അത് പൊതുജനങ്ങൾക്കിടയിലുള്ള ആശയക്കുഴപ്പം അവിടെ നിൽക്കട്ടെ. പാർട്ടി അണികൾക്കുള്ളിൽ പാർട്ടിയിൽ വിശ്വസിച്ച് പാർട്ടിയുടെ കൊടി ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ അവരെന്താണ് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയോടെ ഈ പാർട്ടിയിൽ ഉറച്ചു നിൽക്കാൻ കാരണം? ഇവിടുത്തെ വർഗീയ ശക്തികൾക്കെതിരായി ഉറച്ച നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതിലേക്ക് CPM-ൻ്റെ ഒരു റെലവൻസ് സംസ്ഥാനത്തും രാജ്യത്തും ചെറുതാണോ? ആ റെലവൻസ്, ആ പ്രസക്തിയെ മനസ്സിലാക്കിക്കൊണ്ടല്ലേ ഈ പാർട്ടിയുടെ ഭാഗമല്ലാത്തവർ കൂടി പോലും ഈ പാർട്ടിക്ക് പിന്നിൽ അണിനിരക്കുകയും അവർക്ക് തുടർഭരണം ഉണ്ടാവുകയും അവരെ വിജയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്ന മതേതരവാദികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, പാർട്ടി അണികളല്ലാത്ത, അവരെ പോലും സംശയത്തിലാക്കുന്നു. അങ്ങനെ എല്ലാവരെയും സംശയത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പാർട്ടി പ്രതിരോധത്തിലാണ്. ഈ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞേ പറ്റൂ. ഞാൻ വിചാരിക്കുന്നില്ല, എൻ്റെ കൺക്ലൂഷൻ ഇതാണ്, നിശ്ചയമായും ഇത് പന്തിപ്പ് പിണറായിയുടെ കോട്ടിലേക്കാണ് തട്ടിയിട്ടുള്ളതെങ്കിൽ പോലും MV ഗോവിന്ദനെ പോലൊരു പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും CPM-നെ പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇക്കാര്യത്തിൽ ജനങ്ങളോട് വിസ്തീർണം നൽകേണ്ടി വരും. സമ്മേളന കാലയളവാണ്. ഈ സമ്മേളനത്തിൽ നിശ്ചയമായും ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരും. നിങ്ങൾക്ക് അതിന് മറുപടി പറയേണ്ടി വരും. അവിടെ തൽക്കാലം പാർട്ടിയെ കൂട്ടിക്കെട്ടാൻ ഇതിനകത്ത് ശ്രമിക്കേണ്ട എന്നുള്ള MV ഗോവിന്ദൻ്റെ പ്രസ്താവന താൽക്കാലിക പ്രതിരോധം മാത്രമാണ്. അതിന് അപ്പുറം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, Meet the editors.